ഇതിപ്പോ വിളവെടുത്ത നാടൻ പപ്പായാണ്. അപ്പൊ വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീനറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ പപ്പായ മരം ഇത് നട്ട പപ്പായ മരം ഒന്നല്ല, തനിയെ മുളച്ച് വന്ന് ഉണ്ടായ പപ്പായാണ്. അപ്പൊ യാതൊരുവിധ പരിചരണങ്ങളൊന്നും കൊടുത്തിട്ടില്ല, യാതൊരു കീടങ്ങളുടെ ശല്യോ രോഗങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് പപ്പായ എന്ന് പറഞ്ഞാല്. ഈ പപ്പായക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര മധുരമാണ്, ഭയങ്കര ഫ്ലഷ് ആണ്. കണ്ട, നമുക്ക് കഴിക്കാനൊക്കെ എളുപ്പമായ ഒരു പപ്പായയാണ്. നിറച്ച് കുരുക്കളും ഉണ്ട്. കണ്ട, അപ്പൊ ഈ കുരു നമുക്ക് പാകി മുളപ്പിച്ച് നമുക്ക് ഇനി പറമ്പിൽ വെറുതെ വലിച്ചെറിഞ്ഞിട്ടാൽ മതി, അവിടെ കിടന്ന് മുളച്ച് നമുക്ക് തൈകൾ ഉണ്ടായിക്കോളും. അപ്പൊ പപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഫ്രൂട്ടായിട്ടും കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് പപ്പായ. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് പപ്പായ മരം. സ്ഥലം ഇല്ലാത്തവർക്ക് ഡ്രമ്മിലോ അല്ലെങ്കിൽ ടെറസിലോ ഒക്കെ കൃഷി ചെയ്യാം. കാരണം ഒരു പപ്പായ മരം വെച്ച് പിടിപ്പിക്കാനായിട്ട് അധികം സ്ഥലത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും തൈകളൊക്കെ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പൊ എല്ലാവരും പപ്പായയുടെ മരമൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം.